ഒരു ദൃശ്യം എന്നെ ഇന്നലെ വല്ലാതെ ഒരു പക്ഷേ അമ്പരപ്പിക്കുകയും ഒരർത്ഥത്തിലൊരു മനസ്സിനൊരു വിഷമം പോലെ തോന്നുകയും ചെയ്തു. കാരണം വാസുവിനെ ഇന്നലെ കോടതിയിൽ കൊണ്ടുവന്നു. ആ ദൃശ്യം ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് കാണിക്കുകയാണ്. വാസുവിനെ കൊണ്ടുവരുന്ന ദൃശ്യം എന്തായിരുന്നു? ഇന്നലെ കൈവലങ്ങ് വെച്ചുകൊണ്ടാണ് വാസുവിനെ കൊണ്ടുവരുന്നത്. നോക്കൂ, ശബരിമലയുടെ അധിപനായി, ശബരിമലയുടെ സർവശക്തിയുള്ള അധിപനായി നിന്ന ഒരു വ്യക്തിയുടെ നമ്മൾ എന്ത് ഭാഷയിലൊരു കാലം കരുതി വെച്ച അനിവാര്യതയാണോ, എങ്ങനെ വിശേഷിപ്പിക്കാൻ കഴിയും? അനന്തൻ എന്ത് തോന്നി ഈ ദൃശ്യം കാണുമ്പോൾ? കാരണം നമുക്കത് ഒരു സമാനതകളില്ലാത്തൊരു ദൃശ്യമാണ്. കാരണം വാസു എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ചില ചുമതലകൾ വഹിച്ചിരുന്ന വ്യക്തിയാണ്. ശബരിമലയിലെ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കമ്മീഷണർ, അതുപോലെ തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന് മാത്രമല്ല, ജുഡീഷ്യൽ പവറുള്ള ഒരു സ്ഥാനം വിജിലൻസ് ട്രിബ്യൂണലായിരുന്നു. ജില്ലാ ജഡ്ജിയുടെ അധികാരം ഉണ്ടായിരുന്ന ഒരു സ്ഥാനത്തിരുന്ന വ്യക്തിയാണ്. ആ വ്യക്തിയാണ് ഇന്നലെ കയ്യാമം വെക്കപ്പെട്ടുകൊണ്ട് കോടതിക്ക് മുൻപാകെ പോകുന്നത്. മാത്രമല്ല, ഇതിനകത്ത് അന്വേഷണ സംഘം നൽകുന്ന ഒരു സന്ദേശമുണ്ട്. വാസുവിനെ പോലുള്ള സർക്കാരിൽ അതീവ സ്വാധീനമുള്ള ഒരു വ്യക്തിയെ ഞങ്ങൾ ഒരു കുറ്റവാളിയെ പോലെ തന്നെയാണ് കൊണ്ടുപോകുന്നത്. കുറ്റവാളിക്ക് കിട്ടുന്ന ദയാദാക്ഷിണ്യങ്ങൾ മാത്രമേ ഞങ്ങളുടെ പക്കൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് ഇനി വരാൻ പോകുന്ന പത്മകുമാർ അടക്കമുള്ള ഉന്നത പ്രതികൾക്കെല്ലാമുള്ള സൂചനയാണ് SIT ഇന്നലെ വാസുവിന്റെ കയ്യിൽ വിലങ്ങ് വെച്ചിരിക്കുന്നത് കൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ശബരിമല സന്നിധാനത്ത് നിന്ന് സ്വർണ്ണക്കൊള്ള നടത്തിയതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പങ്കുണ്ടെങ്കിൽ അതിന്റെ ശിക്ഷകൾ കൂടിയാണ് ഇപ്പോൾ SIT നൽകിക്കൊണ്ടിരിക്കുന്നത് വേണം മനസ്സിലാക്കാൻ. കാരണം അവർക്ക് ഇതിൽ പരം, പ്രത്യേകിച്ച് വാസുവിന്റെ ജന്മനാട് കൂടിയാണ് കൊല്ലം. അവിടെ കൊല്ലം കോടതിയിൽ അദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുള്ള കോടതി കൂടിയാണ്. അപ്പോൾ അവിടെ കയ്യാമം വെച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുവരിക എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും അതിനൊരു പ്രത്യേക ഒരു എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിന് എന്ത് വികാരമാണത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഓരോ കാണുന്ന ആൾക്കാരും അവരവരുടെ രീതി അനുസരിച്ച്, ചിലപ്പോൾ അയ്യപ്പ ഭക്തർ മറ്റൊരു രീതിയിലായിരിക്കും അതിനെ വ്യാഖ്യാനിക്കുന്നത്, നിയമത്തിന്റെ രീതിയിൽ വ്യാഖ്യാനിക്കുക. കാരണം സാധാരണ ഒരു പക്ഷേ ഇത്രയും രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കേസിൽ പെട്ടാൽ ഒരിക്കലും കയ്യാമം വെച്ച് തീർച്ചയായിട്ടും പത്മകുമാറിനും കയ്യാമം വെക്കും എന്നുള്ള സൂചന തന്നെയാണ് വാസുവിന്റെ കയ്യിൽ കയ്യാമം വെച്ചുകൊണ്ട് SIT നൽകിയിരിക്കുന്നത്. അത്രത്തോളം നിഷ്പക്ഷമായിട്ടാണ് ഞങ്ങൾ ഈ കേസിനെ കാണുന്നതെന്നുള്ള സൂചന കൂടിയാണ് SIT ആ നടപടിയിലൂടെ വ്യക്തമാക്കുന്നത്. തീർച്ചയായും. അപ്പോൾ സമാനതകളില്ലാത്ത പല കാഴ്ചകളുമാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത്. സർവാധിപത്യത്തോടുകൂടി ശബരിമലയിൽ വാണിരുന്ന ആളുകളുടെയൊക്കെ തന്നെ കൈകളിൽ വിലങ്ങി വെക്കുന്ന ആ ഒരു അവസ്ഥ, അതവർ കാലം ചോദിച്ചു വാങ്ങിച്ച ആ ശിക്ഷ എന്ന് തന്നെ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരും എന്നുള്ളതാണ്.